വീർ സവർക്കർ ജയന്തി വിപുലമായി ആചരിച്ച് രാഷ്ട്രം. സവർക്കറുടെ ഐതിഹാസികമായ ജീവിതയാത്ര എക്കാലവും പ്രചോദനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിനു വേണ്ടിയുള്ള തപസ്യയാണ് സവർക്കർ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുസ്മരിച്ചു. സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിലേക്ക് യുവാക്കളെ ആകർഷിക്കുകയും ധീരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത വിപ്ലവകാരികളുടെ രാജകുമാരൻ, സ്വാതന്ത്ര്യ സമര സേനാനി, വിപ്ലവകാരി, സാമൂഹിക പരിഷ്കർത്താവ് എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾക്ക് അർഹനാണ് വി.ഡി. സവർക്കർ. എന്നാൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായമായ സവർക്കറെ ചെറുതാക്കി ചരിത്രത്തെ അപനിർമ്മിക്കുകയായിരുന്നു നെഹ്റു പരിവാറും ഇടത് ചരിത്രകാരന്മാരും. നേതാജി, സർദാർ പട്ടേൽ, ബി.ആർ. അംബേദ്കർ തുടങ്ങി സ്വതന്ത്ര ഭാരതത്തിലെ ഭരണകൂടങ്ങൾ തിരസ്കരിച്ച ധീരദേശാഭിമാനികൾക്കെല്ലാം അർഹമായ ആദരവ് ലഭിക്കുന്നു മോദി യുഗത്തിൽ. आज 28 मई को महान स्वतंत्रता सेनानी वीर सावरकर जी की जयंती है. उनके त्याग, साहस और संकल्प शक्ति से जुड़ी गाथाएं आज भी हम सबको प्रेरित करती हैं. രാഷ്ട്രഭക്തി, ത്യാഗം, ബലിദാനം എന്നിവയുടെ പ്രതീകമാണ് വി.ഡി. സവർക്കർ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുസ്മരിച്ചു. राष्ट्रभक्ति का मतलब ही सावरकर है. सावरकर का मतलब ही तेज है. सावरकर का मतलब ही त्याग है. सावरकर का मतलब ही बलिदान है. सावरकर का मतलब ही तपस्या है. एक ऐसा जीवन था जिसका वर्णन ही कोई नहीं कर सकता. कई मायनों में, कई पहलुओं से वो व्यक्ति ने अपने जीवन को इस तरह से जिया. കഴിഞ്ഞ വർഷത്തെ സവർക്കർ ജയന്തി ദിനത്തിലാണ് പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചത്. സവർക്കർ ജയന്തിയോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗങ്ങളും നടന്നു. ജനം, ഡൽഹി.